അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ജസ്നാസ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് നിറവണ. ഇത് ഷെഫ് പിള്ളേൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ ആവോലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് തുടങ്ങണം. അതിലേക്ക് 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് വേണം, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ വേണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏത് ഫിഷ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആവോലിയാണ്. കരിമീനോ അങ്ങനെ ഏതും ഫിഷ് വേണമെങ്കിലും എടുക്കാം. ശേഷം നന്നായി ഉള്ളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഇപ്പം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി ചതച്ചത് വേണം, വെളുത്തുള്ളി ചതച്ചത്, ഒരു 6 പച്ചമുളക് വേണം. ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ് വേണം. ഞാൻ ഇവിടെ തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് വലിയ ഫിഷ് എടുത്തത് കൊണ്ടാണ് തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 പീസ് പച്ചമുളകൊന്ന് മാറ്റി വെക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ റെഡിയായി വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള മസാല ഒക്കെ ഇതുപോലെ ഒന്ന് നന്നായി തേച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം.
അതിനുശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു വാഴയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ചട്ടിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വാടിയിട്ടുള്ള ഉള്ളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് പൊടികളും ചേർക്കാം. കുരുമുളക്, ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഒഴിക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടെ അതിലേക്ക് ചേർക്കാം. നല്ല കട്ടിയുള്ള പാലെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള ചട്ടി കുറച്ച് ചെറിയ ചട്ടിയാണ്. ശേഷം ഫ്ലെയിം ചെറുതായൊന്ന് കൂട്ടിക്കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. മേലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇതിൻ്റെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.